ഓഡിബിൾ ആണോ? ഒന്ന് മെസ്സേജ് ചെയ്യാം. ഓഡിബിൾ ആണോ? നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഗുഡ് ഈവനിങ് ഓൾ. ഓഡിബിൾ അല്ലേ? ഓക്കെ, എല്ലാവർക്കും ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പെട്ടെന്ന് തന്നെ ചാറ്റ് ചെയ്യണം. ഓക്കെ, മെസ്സേജ് തരുക, ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക. അപ്പോഴേ നമുക്ക് മനസ്സിലാവില്ല അല്ലേ, നമ്മൾ ആ ഒരു ഓൺലൈൻ ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് ഓഡിബിൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ സ്ക്രീനിൽ ഡിസ്പ്ലേ ആവുന്നത് കറക്റ്റ് ആയിട്ട് കാണുന്നില്ലെങ്കിലൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യാം. ഓക്കെ ഓക്കെ, സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇമ്മ്യൂണോളജി ആണ്. ഓക്കെ, ഇമ്മ്യൂണോളജി അല്ലെ, നമ്മൾ ഒരു ബയോകെമിസ്ട്രിയിൽ ഒരു പാർട്ട് പഠിക്കുന്നുണ്ട് ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞിട്ട് അല്ലെ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ക്ലാസ്സസ് ഒക്കെ നമ്മൾ തുടങ്ങിയല്ലേ ഇമ്മ്യൂണോളജിയിൽ. സോ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ഓഫ് ആൻ ആന്റിബോഡി ഇസ് കോൾഡ്. എന്താണ് ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്? സോ ആന്റിജൻ ആന്റിബോഡി എന്നുള്ള ആ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ വേണം. ഓക്കെ, സോ ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ഓഫ് ആൻ ആന്റിബോഡി എന്താണ് അതിനെ വിളിക്കുക? എപ്പിടോപ്പ് ആണോ, അല്ലെങ്കിൽ ഹിഞ്ച് റീജിയൺ ആണോ, പാരാടോപ്പ് ആണോ, FC റീജിയൺ ആണോ? എന്തായിരിക്കും? മെസ്സേജ് ചെയ്യാം, നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ആൻസർ പറയാം. എന്തായിരിക്കും ആൻസർ വരുക? The antigen binding site of an antibody. So antigen binding site എന്തായിട്ടാ ബൈൻഡ് ചെയ്യുക? നമുക്കറിയാം അല്ലെ, ആന്റിജൻ. സോ ആന്റിബോഡി എന്ന് പറയുന്നത് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സോ ആന്റിബോഡി ഉണ്ട്, ഇവിടെ വൈ ഷേപ്ഡ് ആന്റിബോഡി ഉണ്ട്. സോ ആന്റിജൻ, ഒരു ആന്റിജൻ ആന്റിബോഡി ആയിട്ട് എൻകൗണ്ടർ ചെയ്യുമ്പോൾ എന്താണ് അവരുടെ ഏത് ഭാഗമാണ് അവിടെ പോയി ബൈൻഡ് ചെയ്യുന്നത്? യെസ്, ഏത് ഭാഗമാണ് അവിടെ പോയി ബൈൻഡ് ചെയ്യുന്നത്? ഏതായിരിക്കും? എപ്പിടോപ്പ് അല്ലെ. ഈ ഒരു റീജിയൺ ആണ് ഈ പാരാടോപ്പ് എന്ന് പറയുന്ന റീജിയൺ ആയിട്ട് അല്ലെ ബൈൻഡിങ് നടക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ആന്റിബോഡിയിൽ ഉണ്ടാവുന്ന റീജിയനെ നമ്മൾ എന്ത് വിളിക്കുക? പാരാടോപ്പ്. ആൻഡ് ആന്റിജനിൽ ഉണ്ടാവുന്ന റീജിയനെയാണ് ആ ഒരു ബൈൻഡിങ് നടക്കുന്ന ആ ഒരു പോർഷനെ നമ്മൾ എപ്പിടോപ്പ് എന്ന് വിളിക്കുക. ഓക്കെ, സോ ഇത് സിമ്പിൾ ആണ്. യെസ്, സോ ആരും തെറ്റിക്കാൻ പാടില്ല. ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യമാണ്, അപ്പോ മറന്നു പോവാൻ പാടില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഏതാണ്? പാരാടോപ്പ് അല്ലെ. സോ ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ഓഫ് ആൻ ആന്റിബോഡി അല്ലെ, ആന്റിബോഡി ഏതാണ്? പാരാടോപ്പ് ആണ്. സോ എപ്പിടോപ്പ്, പാരാടോപ്പ് എന്നുള്ള ആ ഒരു ക്ലിയർ കട്ട് ഡിഫറൻസിയേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, സോ ആന്റിബോഡി അല്ലെ, വൈ ഷേപ്ഡ് ആന്റിബോഡി ഉണ്ട്, പിന്നെ ആന്റിജൻ. സോ ആന്റിജനിൽ ഉള്ള ആൾക്കാരാണ് ആര്? എപ്പിടോപ്പ്. ആൻഡ് ആന്റിബോഡിയിൽ ഉണ്ടാവുന്ന ആൾക്കാരാണ് ആര്? പാരാ. ഓക്കെ, സോ ആൻസർ വരുന്നത് പാരാടോപ്പ്. സോ പാരാടോപ്പ് is the specific binding site of the antibody that recognize the epitope of an antigen. Clear ആണോ? ആന്റിജനിലുള്ള ആ സ്പെസിഫിക് എപ്പിടോപ്പിനെ റെക്കഗ്നൈസ് ചെയ്യുന്നവരാണ് ഈ പാരാടോപ്പ്. എവിടെ പ്രസന്റ് ആയിട്ടുള്ളത്? ആന്റിബോഡിയിൽ പ്രസന്റ് ആയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇമ്മ്യൂണോഗ്ലോബുലിൻസിന്റെ ക്ലാസ്സസ് കാണാം അല്ലെ. എത്ര ടൈപ്പ് ഉണ്ട്? 5 ടൈപ്പിലുണ്ട്. സോ അതിന്റെ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാൻ നമുക്ക്. IgG എന്ന് പറയുന്നത് മോണോമർ ആയിരിക്കും, വൈ ഷേപ്ഡിലാണ് ഉണ്ടാവുക. അതുപോലെ മോസ്റ്റ് അബണ്ടന്റ് ആന്റിബോഡി ആണ്. ഓക്കെ, IgG കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാണ് മോസ്റ്റ് അബണ്ടന്റ് ആയിട്ട് ബ്ലഡിൽ കാണുന്നത്? സോ എങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചാലും ഏതാണ്? IgG ആണ് ആൻസർ വരിക. ക്ലിയർ? നെക്സ്റ്റ് IgA എന്ന് പറയുന്നത്. IgA എപ്പോഴും ഒരു ഡൈമർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദേ ആർ പ്രസന്റ് ഇൻ സെക്രീഷൻ, സെക്രീറ്ററിയിലൊക്കെ പ്രസന്റ് ആയി, ലൈക്ക് മിൽക്ക് ആയിക്കോട്ടെ, സലൈവ, ടിയേഴ്സ് അല്ലെ. സോ മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി, ഇതൊക്കെ ആരാ തരുന്നത്? IgA ആണ് തരുന്നത്.
ആൻഡ് പിന്നെയുള്ള ആളാണ് IgM, ദാറ്റ് ഈസ് പെന്റാമറിക് ആണ്. ഫസ്റ്റ് ആന്റിബോഡി ദാറ്റ് ഈസ് പ്രൊഡ്യൂസ് ഇൻ പ്രൈമറി റെസ്പോൺസ്. ഓക്കെ, പ്രൈമറി റെസ്പോൺസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡി ആണ്. ആൻഡ് പിന്നെന്താ, സ്ട്രോങ് കോംപ്ലിമെന്റ് ആക്ടിവേറ്റർ ആൻഡ് റീസെന്റ് ഇൻഫെക്ഷൻസ് ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് IgM എന്ന് പറയുന്നത്. പിന്നെ IgE ഉണ്ട്, ദാറ്റ് ഈസ് മോണോമർ ഇൻവോൾവ് ഇൻ അലർജി, anaphylaxis and the defense against parasitic infections. Okay, so they binds to the master cell. And IgD എന്ന് പറയുന്നത് മോണോമർ ആണ്, ബി സെൽ സർഫസിൽ കാണുന്നതാണ്. They can act as B cell receptors. ആൻഡ് റെഗുലേറ്ററി റോളും ആർക്കുണ്ട്, IgD-യിലുണ്ട്. IgD IgE-യിലൊക്കെ ഭയങ്കര കുറവായിട്ടാണ് കാണുന്നത് ബ്ലഡിൽ. ഓക്കെ, സോ അതിലേക്ക് നമുക്ക് വരാം. സോ ഈ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ, the ability of an antigen to induce an immune response is called. So question നന്നായി വായിക്കുക. The ability of an antigen, okay, antigen എന്ത് എബിലിറ്റി ഉള്ളത്, to induce an immune response, അതിനെന്താ നമ്മൾ വിളിക്കുക, ആന്റിജെനിസിറ്റി ആണോ, അല്ലെങ്കിൽ ടോളറബിലിറ്റി ആണോ, ബി ഇമ്മ്യൂണോജെനിസിറ്റി, സി ടോളറബിലിറ്റി, ഡി റിയാക്ടിവിറ്റി. സോ എന്തായിരിക്കും ആൻസർ വരുക, എന്തായിരിക്കും ആൻസർ വരുക, ആൻസർ പറയാം. യെസ്, എന്താ, ഇമ്മ്യൂണോജെനിസിറ്റി ആണല്ലേ, ആ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നാ ചോദിച്ചിട്ടുള്ളത്. സോ ദേ ആർ ഏബിൾ ടു ഇൻഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസ്. നെക്സ്റ്റ് വൺ, ദ എബിലിറ്റി ഓഫ് ആൻ ആന്റിജൻ ടു ബൈൻഡ് ടു ആന്റിബോഡീസ് അല്ലെങ്കിൽ T cell receptor is known as, or T cell receptor is known as immunogenicity, tolerance, antigenicity and the avidity. So എന്താ വിളിക്കുക, the ability of an antigen to bind to antibodies അല്ലെങ്കിൽ T cell receptors is known as, എന്താ പറയാ, ആൻസർ പറയാം. യെസ്, വെരി ഗുഡ്. ഏതാണ്, ആന്റിജെനിസിറ്റി ആണല്ലേ, ആന്റിജെനിസിറ്റി ആണ്. അതാണ് ഈ ആന്റിജൻ ഒരു ആന്റിബോഡി ആയിട്ട് ബൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു T cell റിസപ്റ്റർ ആയിട്ട് ബൈൻഡ് ചെയ്തതിന് നമ്മൾ എന്താ പറയാ, ആന്റിജെനിസിറ്റി എന്നാ പറയാ. ക്ലിയർ? ഓ യെസ്, ബി, വെരി ഗുഡ്. ഓക്കെ, സോ അഫിനിറ്റി അവിഡിറ്റി എന്നുള്ള ക്ലിയർ കട്ട് ഡിഫറൻസിയേഷൻ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. സോ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ് അഫിനിറ്റി എന്ന് ചോദിച്ചാൽ എന്താണ്, ജസ്റ്റ് ഒരു സിംഗിൾ ഇന്ററാക്ഷനെ നമ്മൾ അഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ആന്റിജൻ ആന്റിബോഡി എന്നുള്ള സിംഗിൾ ഇന്ററാക്ഷൻ, ആ ഒരു എപ്പിടോപ്പ് പാരാടോപ്പിലുള്ള ഒരു സിംഗിൾ ഇന്ററാക്ഷനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, അഫിനിറ്റി എന്ന് പറയുന്നത്. ആൻഡ് അവിഡിറ്റി എന്ന് പറയുന്നത് ദ ടോട്ടൽ സ്ട്രെങ്ത്. ഓക്കെ, ടോട്ടൽ സ്ട്രെങ്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, അവിഡിറ്റി. സോ അതും നന്നായി പഠിച്ചു വെക്കണം, മറന്നു പോവാൻ പാടില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് വൺ, സബ്സ്റ്റൻസസ് ദാറ്റ് ആർ ആന്റിജനിക് ബട്ട് നോട്ട് ഇമ്മ്യൂണോജനിക്. ഓക്കെ, അവര് ആന്റിജനിക് ആണ്, പക്ഷെങ്കില് ഇമ്മ്യൂണോജനിക് അല്ല, അവർക്ക് ആ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ല. അങ്ങനത്തെ അവരെ എന്താ വിളിക്കുക? ഓപ്ഷൻസ് ആർ അലർജൻസ്, ഓപ്ഷൻ ബി ഹാപ്റ്റൻസ്, ഓപ്ഷൻ സി സൂപ്പർ ആന്റിജൻസ് ആൻഡ് ഓപ്ഷൻ ഡി ഓട്ടോ ആന്റിജൻസ്. സോ എന്തായിരിക്കും പറയാ? സബ്സ്റ്റൻസ് ദാറ്റ് ആർ ആന്റിജനിക് ബട്ട് നോട്ട് ഇമ്മ്യൂണോജനിക്. സബ്സ്റ്റൻസ് ദാറ്റ് ആർ ആന്റിജനിക് ആണ് പക്ഷെങ്കിൽ ഇമ്മ്യൂണോജനിക് അല്ലാത്തവർ. യെസ്, എന്താണ്? ഹാപ്റ്റൻസ് ആണല്ലേ. സോ ഹാപ്റ്റൻസ് ഒരു കാരിയർ പ്രോട്ടീന്റെ കൂടെ കൂട്ടിയാൽ മാത്രമേ, കമ്പൈൻ ചെയ്താൽ മാത്രമേ അവർക്ക് എന്താ ഒരു ഇമ്മ്യൂൺ കോംപ്ലെക്സ് അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഹാപ്റ്റൻസ് മാത്രമാവുമ്പം അത് ഇൻകംപ്ലീറ്റ് ആണ്. ക്ലിയർ? സോ അത് പഠിച്ചു വെക്കണം, ഹാപ്റ്റൻസ് ആണ്. നെക്സ്റ്റ് വൺ, ഹാപ്റ്റൻസ് ബിക്കംസ് ഇമ്മ്യൂണോജനിക് വെൻ കമ്പൈൻഡ് വിത്ത്. സെയിം ക്വസ്റ്റ്യൻ, ജസ്റ്റ് ഒന്ന് തിരിച്ചു ചോദിച്ചു എന്നേ ഉള്ളൂ. ലിപ്പിഡ്സ് ആണോ, ഒരു കാരിയർ പ്രോട്ടീൻ ആണോ, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ദെൻ ന്യൂക്ലിക് ആസിഡ്? സോ ഓപ്ഷൻസ് എ ബി സി ഡി ആണ്, ഞാൻ വായിക്കുമ്പോൾ മാറിപ്പോയി. ഓക്കെ, ലിപ്പിഡ്, കാർബോഹൈഡ്രേറ്റ്, കാരിയർ പ്രോട്ടീൻ, സി ന്യൂക്ലിക് ആസിഡ്. ഏതായിരിക്കും വരുക? യെസ്, ഏതായിരിക്കും? ആൻസർ പറയാം. ഒരു കാരിയർ പ്രോട്ടീന്റെ കൂടെ കൂട്ടുമ്പോ ആണല്ലേ? യെസ്, വെരി ഗുഡ്. ആദില, യെസ്. രമ്യ, യെസ്. ഒരു കാരിയർ പ്രോട്ടീന്റെ കൂടെ കൂട്ടുമ്പോന്ന് ഏത്? രശ്മി, മുരളി. ഓക്കെ, വെരി ഗുഡ്. യെസ്, സോ നമ്മുടെ ആൻസർ വരിക ഒരു കാരിയർ പ്രോട്ടീൻ അല്ലെ? കാരിയർ പ്രോട്ടീന്റെ കൂടെ കമ്പൈൻ ചെയ്താലേ അവര് ഇമ്മ്യൂണോജനിക് ആവില്ലോ. നെക്സ്റ്റ് വൺ, ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ആന്റിജെനിസിറ്റി ഇസ് കോൾഡ്. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ആന്റിജെനിസിറ്റി, അതിനെ എന്താ വിളിക്കുക? ആന്റിജെനിസിറ്റിന്റെ സ്മോളസ്റ്റ് യൂണിറ്റിനെ എന്താ വിളിക്കുക?
പാരാടോപ്പ് ആണോ, ഹാപ്റ്റൻസ് ആണോ, എപ്പിടോപ്പ് ആണോ, അല്ലെങ്കിൽ എല്ലോ ആന്റിജൻസ് ആണോ? ഏതായിരിക്കും? ആന്റിജെനിസിറ്റിന്റെ സ്മോളസ്റ്റ് യൂണിറ്റ് എന്തായിരിക്കും? ആന്റിജെനിസിറ്റിന്റെ സ്മോളസ്റ്റ് യൂണിറ്റ് ഇസ് നോൺ ആസ് എപ്പിടോപ്പ് അല്ലെ. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ ആന്റിജെനിക് ആവുമ്പോ അതിന്റെ സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പിടോപ്പ് ആണ്. ഓക്കെ, ആ ഒരു ഇന്ററാക്ഷൻ നമ്മൾ ആ പിക്ചറിൽ കണ്ടു അല്ലേ? യെസ്. നെക്സ്റ്റ്, ഓക്കെ, പിക്ചർ ഇവിടെ ഉണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് പിക്ചർ നോക്കിക്കോളൂ. ഇവിടെ ആന്റിബോഡി ഉണ്ട് അല്ലെ, ആന്റിബോഡി ആൻഡ് ആന്റിജൻ നിങ്ങൾക്ക് ഇവിടെ യെല്ലോ കളറിൽ കാണാം. ആന്റിജനെ യെസ്, ഇവിടെ ആന്റിജനെ കാണാം നിങ്ങൾക്ക് യെല്ലോ കളറിൽ. സോ ഈ ഒരു ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? എപ്പിടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ അല്ലെ 2 എപ്പിടോപ്പ് ആയിട്ട് കാണാം, എപ്പിടോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ പാരാടോപ്പും ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആന്റിബോഡിയില് അല്ലെ, ഇവിടെയാണ് ആ പാരാടോപ്പ് വരുന്നത്. ആൻഡ് ഇവിടെ ബൈൻഡ് ചെയ്യുന്നത് ആന്റിജൻ. ആന്റിജൻ വന്ന് ഇവിടെ ബൈൻഡ് ചെയ്യും. സോ ഈ ഒരു എപ്പിടോപ്പ് ആയിട്ടായിരിക്കും ഈ ഒരു പാരാടോപ്പ് കണക്ഷൻ വരുന്നത്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് എവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ളത് ഒന്ന് പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. Okay, next one, self-antigens are normally non-immunogenic due to. So, self-antigens, എന്തുകൊണ്ടാ self-antigens എന്ന് പറയുന്നത്? നോർമലി അവർ നോൺ ഇമ്മ്യൂണോജനിക് ആണ്. അത് എന്തുകൊണ്ടാ? ഡ്യൂ ടു adjuvants കൊണ്ടാണോ, അല്ലെങ്കിൽ ഹൈ മോളിക്കുലർ വെയിറ്റ്, ബി ഇമ്മ്യൂണോളജിക്കൽ ടോളറൻസ്, സി ഹൈ മോളിക്കുലർ വെയിറ്റ് ആൻഡ് ഡി കോംപ്ലെക്സ് എപ്പിടോപ്പ്. എന്തുകൊണ്ടായിരിക്കും? self-antigens are normally non-immunogenic due to സെൽഫ് ആന്റിജൻസ് എന്ന് പറയുന്നത് നോൺ ഇമ്മ്യൂണോജനിക്. എന്തുകൊണ്ടാണ് നോൺ ഇമ്മ്യൂണോജനിക് എന്ന് പറയുന്നത്? ബിക്കോസ് ഇമ്മ്യൂണോളജിക്കൽ ടോളറൻസ് എല്ലാം ഉണ്ടല്ലേ. സോ സെൽഫ് ആയിട്ടുള്ള സെൽസിന് ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെന്താ വിളിക്കുക? നമ്മള് എന്താ പറയാ? ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയല്ലേ, സെൽഫ് ആയിട്ടുള്ള ഡിസ്ട്രക്ട് ചെയ്യുമ്പോൾ. സോ ഇവിടെ സെൽഫ് ആന്റിജൻസ് ആർ നോർമലി നോൺ ഇമ്മ്യൂണോജനിക്. സോ അത് ഇറ്റ് ഇസ് ഡ്യൂ ടു ഇമ്മ്യൂണോളജിക്കൽ ടോളറൻസ് കൊണ്ടാണ്. Okay, next one is substance added to vaccines to enhance immune response is called. So നമ്മളെ വാക്സിനിലേക്ക് ആഡ് ചെയ്യുന്ന, നമ്മൾ ജസ്റ്റ് ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ പറഞ്ഞു. സോ എന്താണ് ആൻസർ വരിക? ഹാപ്റ്റൻസ് ആണോ, അഡ്ജുവൻസ് ആണോ, എപ്പിടോപ്പ് ആണോ, ഡിറ്റർമിനന്റ് ആണോ? എന്തായിരിക്കും? യെസ്, നമ്മൾ എന്താ വാക്സിനിലേക്ക് ആഡ് ചെയ്യുന്നതിന് നമ്മൾ അഡ്ജുവൻസ് എന്ന് വിളിക്കുക. ഓക്കെ, അഡ്ജുവൻസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആ വാക്സിൻ ഒന്ന് ആക്ടിവേറ്റ് ആവാൻ വേണ്ടി നമ്മൾ അഡ്ജുവൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ആന്റിബോഡീസ് ആർ ഫസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എ പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ്? സോ ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏതാണ് ഫസ്റ്റ് പ്രൊഡ്യൂസ് ഡ്യൂറിങ് പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ്? ഏതാ വരും ആൻസർ? യെസ്, ഫസ്റ്റ് പ്രൊഡ്യൂസ് ഡ്യൂറിങ് പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് ചോദിച്ചില്ല. സോ IgM ആണ്. ഓക്കെ, IgM ആണ് നമ്മുടെ പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസിൽ ഓടി എത്തുന്നവരാണ്, ആന്റിബോഡിയാണ് IgM എന്ന് പറയുന്നത്. ഓക്കെ, സോ IgM, ഡി ആണ് ആൻസർ വരിക. യെസ്. നെക്സ്റ്റ് വൺ, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഈസ് കാരിഡ് ഔട്ട് മെയിൻലി ബൈ. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആരായിരിക്കും ഈ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്നത്? ഓപ്ഷൻസ് ആർ natural killer cells, option B lymphocytes, option C T lymphocytes and option D neutrophils. So ആരായിരിക്കും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി? യെസ്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എപ്പോഴും ക്യാരി ഔട്ട് ചെയ്യുന്ന ആൾക്കാര് സി ആണല്ലേ, T lymphocytes ആണ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓർഗൻ is responsible for maturation of T cells? Maturation of T cells, ഏത് ഓർഗനാ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? T cells. T എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ എന്താണ് ആൻസർ, എന്തായിരിക്കും വരിക? ബാക്കി ഓപ്ഷൻസ് നോക്കേണ്ട ആവശ്യമില്ല, ബി ആണല്ലേ, ദാറ്റ് ഇസ് തൈമസ് അല്ലെ. സ്പ്ലീൻ ആണോ? അല്ല, തൈമസ് ആണ്. ബോൺ മാരോ അല്ല, ലിവറും അല്ല. സോ ആൻസർ വരുന്നത് തൈമസ് ആണല്ലേ. T cells എന്ന് ചോദിച്ചിട്ട്, സോ മെച്ചുറേഷൻ ഓഫ് T cells എന്ന് പറയുന്നത് തൈമസ് ആണ്. നെക്സ്റ്റ് വൺ, which immunoglobulin is present in highest concentration in serum?
സോ സെറത്തിലുള്ള ഹയസ്റ്റ് കോൺസെൻട്രേഷനിൽ ഏത് ഇമ്മ്യൂണോഗ്ലോബുലിനാണ് പ്രസന്റ് ആയിട്ടില്ല. നമ്മൾ ആ ഫസ്റ്റ് അല്ലെ ഫസ്റ്റ് ഇത് ഈ ഡിസ്കഷൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സ്ലൈഡ് കാണിച്ചത് ആ ഇമ്മ്യൂണോഗ്ലോബുലിൻസിന്റെ ആയിരുന്നു അല്ലേ. സോ ഏതായിരുന്നു ഹയസ്റ്റ് കോൺസെൻട്രേഷനിൽ പ്രസന്റ് ആയിട്ടുള്ളത്? യെസ്, ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാം, ഒരു ചാർട്ട് കാണാം. സോ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് 75% കാണുന്നത് IgG ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ്. ഓക്കെ, ആൻഡ് ഒരു 10%, ഓക്കെ, ഒരു 10%. സോ ഇവിടെ IgG ആണ് ഒരു 75% കാണുന്നത്. ഓക്കെ, ദെൻ 10%. പിന്നെ നെക്സ്റ്റ് വൺ വരുന്നത് 10% വരുന്നത് IgM ആണ്. ദെൻ പിന്നീട് IgA. ഓക്കെ, ദെൻ അത്രയും കുറവായിട്ട് നമ്മൾ ആരെയാ കാണുന്നത്? 0.5 അല്ലെങ്കിൽ ലെസ്. ഓക്കെ, IgD ആൻഡ് IgE 0.5 അല്ലെങ്കിൽ ലെസ്, ആൻഡ് IgE എന്ന് പറയുന്നത് 0.01% ഓർ ലെസ്. ക്ലിയർ അല്ലേ? സോ ഇത് പഠിച്ചു വെക്കണം, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇമ്പോർട്ടന്റ് പഠിച്ചു വെക്കുക, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇനിയും ക്വസ്റ്റ്യൻസ് ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ആഡ് ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നമുക്ക് നോക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ നമ്മുടെ IgG ആണല്ലേ, IgG ആണ് ആൻസർ വരും. നെക്സ്റ്റ് വൺ, വിച്ച് സെൽ ആക്ട് ആസ് ആൻ ആന്റിജൻ പ്രസന്റിംഗ് സെൽ? ആന്റിജൻ പ്രസന്റിംഗ് സെൽ ആയിട്ട് ആരാണ് ആക്ട് ചെയ്യുന്നത്? ന്യൂട്രോഫിൽസ് ആണോ? അല്ല. പിന്നെ ബേസോഫിൽസ് ആണോ? അല്ല അല്ലെ. ഡെൻഡ്രൈറ്റിക് സെൽസ് ആണോ അല്ലെങ്കിൽ ഈസ്റ്റോഫിൽ ആണോ? ഏതാ വരുക? യെസ്, ഡെൻഡ്രൈറ്റിക് സെൽസ് ആണല്ലേ. ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് APCs ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഡെൻഡ്രൈറ്റിക് സെൽസ് ആണ്. ബി ആണ് ആൻസർ വരുക. Next one, a secondary immune response is characterized by predominant production of. ഏതാണ് secondary immune response? ആരാണ് firstly produce ചെയ്യുന്നത്? by the predominant production of. ഏത് ആന്റിബോഡി? IgM ആണോ, IgD ആണോ, IgG ആണോ, IgE ആണോ? ഏതായിരിക്കും? യെസ്, ഏതായിരിക്കും വരിക? secondary immune response is IgG. യെസ്, വെരി ഗുഡ്, IgG ആണ് വരിക. നെക്സ്റ്റ് വൺ, നാച്ചുറൽ കില്ലർ സെൽസ് പ്രൈമർലി ഡിസ്ട്രോയ്സ്. എന്തിനാണ് നാച്ചുറൽ കില്ലർ സെൽസ് ആരെയാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്? സോ NK സെൽസ് ഡിസ്ട്രോയ് ചെയ്യുന്ന ആരാ? ഹെൽമിന്തസ് ആണോ? ബി വൈറലി ഇൻഫെക്റ്റഡ് സെൽസ് ആണോ? സി ബാക്ടീരിയ ആണോ? ആൻഡ് ഡി RBCs ആണോ? ഏതായിരിക്കും വരുക? നാച്ചുറൽ കില്ലർ സെൽസ് ഓൾവേസ് കിൽസ് വൈറസ് ഇൻഫെക്റ്റഡ് അല്ലെ, വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് ആൻഡ് ക്യാൻസറസ് ആയിട്ടുള്ള സെൽസിനെയാണ് കില്ല് ചെയ്യുന്നത് നാച്ചുറൽ കില്ലർ സെൽസ്. ഓക്കെ, സോ ദേ ഡിസ്ട്രോയ്സ് വൈറലി ഇൻഫെക്റ്റഡ് സെൽസ് ആൻഡ് ക്യാൻസർ സെൽസ്. സോ ആൻസർ വരുന്നത് ബി ആണ്, ബി. നെക്സ്റ്റ് വൺ, വിച്ച് ഇമ്മ്യൂണോഗ്ലോബുലിൻ ക്രോസസ് ദ പ്ലാസെന്റ? സോ പ്ലാസെന്റ ക്രോസ് ചെയ്യുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ആരാണ്? യെസ്, പ്ലാസെന്റ അല്ലെ, അമ്മയുടെ നിന്ന് കുഞ്ഞിലേക്ക് പോകുന്ന ആ ഒരു പ്ലാസെന്റ അല്ലെ, അവിടെ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു പ്ലാസെന്റ എന്ന് പറയുന്നത്. അത് ഏത് കൈൻഡ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ് ക്രോസ് ചെയ്യുന്നത്? ഏത് ഇമ്മ്യൂണോഗ്ലോബുലിനാ ക്രോസ് ചെയ്യുന്നത്? IgM ആണോ, IgG ആണോ, IgE ആണോ, അല്ലെങ്കിൽ IgA ആണോ? ഏതാണ്? യെസ്, ഏതായിരിക്കും? IgG ആണല്ലേ, IgG ആണ് ക്രോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ആന്റിജൻസ്? സോ ആന്റിജൻസ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സബ്സ്റ്റൻസസ് ദാറ്റ് ഓൾവേസ് കോസ് ഡിസീസ് ആണോ, അല്ലെങ്കിൽ സബ്സ്റ്റൻസസ് ദാറ്റ് ഇൻഡ്യൂസസ് an immune response ആണോ, ആൻഡ് സി ഓൺലി പ്രോട്ടീൻസ് ആൻഡ് ഡി ഓൺലി ബാക്ടീരിയൽ ടോക്സിൻസ്? So which is the best described as antigen? Among the following, which best describes as antigen? ഏതാണ്? That induces an immune response ആണോ? B അല്ലേ, B ആണ്. സോ ഏതെങ്കിലും സബ്സ്റ്റൻസിന് ഇമ്മ്യൂൺ റെസ്പോൺസ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആന്റിജൻ എന്ന് വിളിക്കുന്നത് അല്ലേ. യെസ്, ബി ആണ് ആൻസർ വരിക. യെസ്, നെക്സ്റ്റ് വൺ,
എല്ലാവരും ചാറ്റ് ചെയ്യാം. ഓക്കെ, തെറ്റിപ്പോയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ തെറ്റിയാൽ മാത്രമേ നിങ്ങൾ അത് ശ്രദ്ധിക്കുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അറിയാന്ന് വിചാരിച്ചു നിൽക്കും. സോ തെറ്റിയാല് മാത്രമേ നിങ്ങൾ പഠിക്കൂലൂ. ഓക്കെ, സോ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which type of immunity is present from birth and is non-specific? So birthല് present ആണ്, പക്ഷെങ്കിൽ നോൺ സ്പെസിഫിക് ആണ്. എന്തായിരിക്കും വരുക? പാസീവ് ഇമ്മ്യൂണിറ്റി ആണോ, ബി acquired immunity, സി innate immunity and D natural immunity? So ഏതായിരിക്കും വരുക? They are present at the birth and are non-specific. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണല്ലേ. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇൻബോൺ ആയിട്ട് ഉണ്ടാവുന്നതാണ്. പക്ഷെങ്കിൽ അവര് സ്പെസിഫിക് ആണോ? അല്ല, അവര് നോൺ സ്പെസിഫിക് ആണ്. ഓക്കെ, സോ ദേ ആക്ട് ആസ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയാം നമുക്ക്. ക്ലിയർ? സോ സി ആണ് ആൻസർ വരിക. യെസ്, എല്ലാവരും കുറെ ആൾക്കാരെ ഒക്കെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ. Immediate protection without immunological memory is seen in. So immediate protection without immunological memory ഏതായിരിക്കും? acquired immunity ആണോ, ബി passive immunity, സി natural immunity and D innate immunity? So immediate protection ആണ് ഒരു immunological മെമ്മറിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ. ഏതാ വരുക? immediate protection. So ഏതാണ്? യെസ്, പാസീവ് ഇമ്മ്യൂണിറ്റി ആണല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഇമ്മീഡിയറ്റ് ആണ്, പക്ഷെങ്കിൽ അതൊരു ടെമ്പററി പ്രൊട്ടക്ഷൻ ആണ്. അവിടെ ഒരു കൈൻഡ് ഓഫ് മെമ്മറിയോ കാര്യങ്ങളോ ഒന്നും അവിടെ നടക്കുന്നില്ല. ഓക്കെ, സോ ആൻസർ വരുക ബി ആണ് വരുക ആൻസർ. പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. നെക്സ്റ്റ് വൺ. വിച്ച് ഇമ്മ്യൂണിറ്റി ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓഫ് ആന്റിബോഡീസ് ഫ്രം മദർ ടു ഫീറ്റസ്? ഏത് ഇമ്മ്യൂണിറ്റി ആണ് മദർ ടു ഫീറ്റസ്, അമ്മനിൽ നിന്ന് കുട്ടിയിലേക്ക്? ദാറ്റ് ഈസ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണോ, അല്ലെങ്കിൽ നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണോ, സി പാസീവ് ഇമ്മ്യൂണിറ്റി ആണോ ആൻഡ് ഡി acquired ഇമ്മ്യൂണിറ്റി ആണോ? ഏതായിരിക്കും വരുക? വിച്ച് ഇമ്മ്യൂണിറ്റി ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓഫ് ആന്റിബോഡീസ് ഫ്രം മദർ ടു ഫീറ്റസ്? മദർ ടു ഫീറ്റസ്, ആ ഇമ്മ്യൂണിറ്റിനെ നമ്മൾ എന്താ വിളിക്കുക? മദർ ടു ഫീറ്റസ് ആണ്. സോ ഏതായിരിക്കും വരുക? മദർ ടു ഫീറ്റസ്. യെസ്, എങ്ങനെ അത് ബൈ ബർത്ത് കിട്ടുന്നല്ലേ. സോ എന്താണ്, എന്താ വരുക? പാസീവ് ആണല്ലേ. IgG ആന്റിബോഡീസ് ആണ് ക്രോസ് ചെയ്യുന്നത് പ്ലാസന്റ വഴി. ആൻഡ് ദേ പ്രൊവൈഡ്സ് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി അല്ലെ. ന്യൂ ബോൺസിന് നാച്ചുറൽ ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ? സോ ആൻസർ വരുന്നത് സി ആണ്, പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. നെക്സ്റ്റ് വൺ. host does not produce antibodies in. host does not produce antibodies in. So host antibodies produce ചെയ്യാത്തത് ഏതിലാണ്? നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയിലാണോ, ബി acquired ഇമ്മ്യൂണിറ്റിയിലാണോ, സി പാസീവ് ഇമ്മ്യൂണിറ്റിയിലാണോ ആൻഡ് ഡി നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിലാണോ? ഏതായിരിക്കും വരുക? host does not produce antibodies in. host does not produce antibodies in. പാസീവ് ഇമ്മ്യൂണിറ്റി അല്ലേ, അവിടെ ഒരു കൈൻഡ് ഓഫ് ആന്റിബോഡീസോ കാര്യങ്ങളോ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അല്ലെ. ദേ ആർ ട്രാൻസ്ഫേർഡ് ഫ്രം അനദർ സോഴ്സ് അല്ലെ. സോ ഹോസ്റ്റ് അവിടെ ഒന്നും സിന്തസൈസ് ചെയ്യുന്നില്ല, അതിനെ നമ്മൾ പാസീവ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ലോങ് ലാസ്റ്റിംഗ് പ്രൊട്ടക്ഷൻ വിത്ത് മെമ്മറി സെൽസ് ഇസ് ബെസ്റ്റ് സീൻ ഇൻ. ലോങ് ലാസ്റ്റിംഗ് മെമ്മറി സെൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതിലാണ്? പാസീവ് ഇമ്മ്യൂണിറ്റിയിലാണോ, അല്ലെങ്കിൽ ഇന്നേറ്റ് ആണോ, സി acquired ആണോ ആൻഡ് ഡി നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി ആണോ? ഏതായിരിക്കും? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും? യെസ്, acquired ഇമ്മ്യൂണിറ്റിയിലാണല്ലേ. acquired ഇമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ലോങ് ലാസ്റ്റിംഗ് മെമ്മറി, ബി സെൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ലോങ് ലാസ്റ്റിംഗ് മെമ്മറി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. നമ്മളിപ്പോ പറഞ്ഞു പാസീവ് ഇമ്മ്യൂണിറ്റി ഒക്കെ ആവുമ്പോ എന്താണ്, അവിടെ അങ്ങനെയൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അല്ലെ. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു അല്ലെ. സോ നേരത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ പറഞ്ഞു എന്താണ്, host does not produce antibodies എന്ന് പറഞ്ഞു. സോ പ്രൊഡ്യൂസ് ചെയ്യാത്ത ആ ഒരു കണ്ടീഷൻ ആണ് പാസീവ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, മറ്റതിൽ എന്താ, മെമ്മറി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ആൻസർ വരുന്നത് acquired ഇമ്മ്യൂണിറ്റി ആണ്.
ഓക്കെ, അക്യൂർഡ് ഇമ്മ്യൂണിറ്റി സി ആണ് ആൻസർ വരും. നെക്സ്റ്റ് വൺ, സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻസ് മെയിൻലി കോൺട്രിബ്യൂട്ട് ടു. സോ നമ്മുടെ സ്കിന്നും മ്യൂക്കസ് മെംബ്രെയിൻസ് ഒക്കെ മെയിൻ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏത് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റിയാ? പാസീവ് ആണോ, അല്ലെങ്കിൽ നാച്ചുറൽ ആണോ, അക്യൂർഡ് ആണോ, ഇന്നേറ്റ് ആണോ? Skin and mucus. Option A, passive immunity. Option B, acquired immunity. Option C, natural immunity. And option D, innate immunity. So, ഏതായിരിക്കും വരുക? Skin and mucus membranes. Skin and mucus membrane കൊടുക്കുന്നത് ഏത് immunity ആണ്? ഏതാണ് immunity? Skin and mucus membranes. യെസ്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണല്ലേ. സ്കിൻ അതൊരു ഫിസിക്കൽ ബാരിയേഴ്സ് ആണ് നമ്മുടെ സ്കിന്നും മ്യൂക്കസ് മെംബ്രെയിൻസും ഒക്കെ പറയുന്നത്. സോ എന്ത് കൈൻഡ് ഓഫ് ഇമ്മ്യൂണിറ്റിയാ കൊടുക്കുന്നത്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാ കൊടുക്കുന്നത്. ക്ലിയർ? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. നെക്സ്റ്റ് വൺ, വിച്ച് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ്സ് ടെമ്പററി പ്രൊട്ടക്ഷൻ? സോ ടെമ്പററി പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഏതാണ്? ഇന്നേറ്റ് ആണോ, അല്ലെങ്കിൽ പാസീവ് ഇമ്മ്യൂണിറ്റി ആണോ, സി അക്യൂർഡ് ഇമ്മ്യൂണിറ്റി ആണോ, ആൻഡ് ഡി natural active immunity? Which immunity provides temporary protection കൊടുക്കുന്നത്? യെസ്, ഏതായിരിക്കും ടെമ്പററി പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? ഏതാ ടെമ്പററി പ്രൊട്ടക്ഷൻ? താൽക്കാലികമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് പാസീവ് ആണല്ലേ, ബിക്കോസ് ദേ ആർ ഷോർട്ട് ലിവ്ഡ് അല്ലെ. പക്ഷെ അവർക്ക് അങ്ങനെ എന്താണ് ഒരു മെമ്മറി സെൽസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഓവർ ടൈം ദേ ഗെറ്റ്സ് ഡീഗ്രേഡഡ്. ഓക്കെ, സോ ആൻസർ വരുന്നത് ബി, പാസീവ് ഇമ്മ്യൂണിറ്റി ആണ് ആൻസർ വരിക. നെക്സ്റ്റ് വൺ, ഇമ്മ്യൂണിറ്റി ഡെവലപ്ഡ് ആഫ്റ്റർ മീസൽസ് ഇൻഫെക്ഷൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. സോ മീസൽസ് ഇൻഫെക്ഷൻ കഴിഞ്ഞാല് എന്ത് കൈൻഡ് ഓഫ് ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടുക? ആർട്ടിഫിഷ്യൽ ആണോ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, ബി ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി, സി natural active immunity, and D innate immunity. So ഏതായിരിക്കും വരുക? Immunity developed after measles infection is an example of. Measles infection is an examples of. എന്താണ് എക്സാമ്പിൾ വരിക? യെസ്, നാച്ചുറൽ ആക്റ്റീവ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ആണല്ലേ. മെമ്മറി സെൽസും കാര്യങ്ങളൊക്കെ ആന്റിബോഡീസ് ആൻഡ് മെമ്മറി സെൽസ് ഫോർമേഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ ആൻസർ വരിക നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇത് കൂടുതലും നമ്മളെ കുറെ ആൾക്കാർ മറന്നുപോയ കാര്യങ്ങളായിരിക്കും അല്ലേ. ആ ഒരു നമ്മള് കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ മാത്രം നമ്മൾ ഓർത്ത് വെച്ച കാര്യങ്ങളായിരിക്കും അല്ലെ. കുറച്ചൊരു ഗ്യാപ്പ് വന്നപ്പോ നമ്മൾ എല്ലാവരും മറന്നു പോയിട്ടുണ്ടാവും. സോ അതൊന്ന് എല്ലാവരും ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, മറന്നുപോയ കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണം. ഈ ഒരു PPT നോട്ട്സും കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. എങ്ങനത്തെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാന്നില്ല എന്താണ് കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ ചോദിക്കാം, ഇങ്ങനെയൊക്കെ ചോദിക്കാം. സോ ഏതൊക്കെയാണ് ഏതിലൊക്കെയാണ് വരുവാന്ന് കറക്റ്റ് ഒക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, സോ പാസീവ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, സോ സെഷൻ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, സോ ഇമ്മ്യൂണോളജി ക്ലാസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പോർഷൻസും കാര്യങ്ങളും സൂം ലൈവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവും. നിങ്ങൾക്ക് അടുത്ത ആഴ്ചയുടെ കൂടെ നമ്മൾ സൂം ലൈവും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഓൾ.